മഥുരാപൂർ ഒരു ചെറിയ നാട്. അതിൽ അമർ പേരിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവന് ക്രിക്കറ്റ് കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. മോണ്ടു, ഞാനും നിങ്ങളുടെ കൂടെ കളിക്കട്ടെ? ഞങ്ങളുടെ ടീമിലോ? നോക്കൂ അമർ, ഇതിൽ നല്ല കളിക്കാരെ മാത്രമേ ചേർക്കൂ. നീ നല്ല കളിക്കാരനാണോ? ഞാനും ഒരു നല്ല കളിക്കാരനാണ്. അതെയോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പോയി ബാറ്റിംഗ് ചെയ്തോളൂ. അമർ സന്തോഷമായി അവിടെ ബാറ്റിംഗ് ചെയ്യാൻ പോയി. അവിടെ ബാറ്റ് വാങ്ങി. പിന്നെ മോണ്ടു ബൗളറിന്റെ അടുത്ത് പോയി. ഏയ് മധുരാപൂർ എക്സ്പ്രസ്, നീ നിന്റെ വേഗത്തിൽ പന്തെറിഞ്ഞ് നോക്കട്ടെ ഇവന്റെ കളി എത്രയുണ്ടെന്ന്. മോണ്ടുവിന്റെ പേച്ച് കേട്ട് മഥുര എക്സ്പ്രസ് വളരെ വേഗത്തിൽ ബൗളിംഗ് ചെയ്യാൻ തുടങ്ങി. അമർ ഈ ബോള് കണ്ട് പേടിച്ച് ബാറ്റിംഗ് ചെയ്യാണ്ട് അവിടെ നിന്ന് പോയി. അയ്യേ, നീ ഇതെന്താ കാട്ടിയ അമർ? എങ്ങനെയാണോ ബാറ്റിംഗ് ചെയ്യേണ്ടതെന്ന് പോലും നിനക്ക് മറന്നുപോയോ? അല്ല, എനിക്ക് തോന്നുന്നു ഇവൻ പേടിച്ചു പോയി. മോണ്ടുവിന്റെ കൂട്ടുകാരൻ അമറിനെ പരിഹസിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് അമർ വിഷമിച്ച് അവിടുന്ന് ഓടിപ്പോയി. അമർ വീട്ടിലെത്തി. എന്തു പറ്റി മോനെ? അച്ഛൻ കേട്ടപ്പോൾ അമർ അവന്റെ ഒപ്പം ആയ വാർത്തകളൊക്കെ അച്ഛനോട് പറഞ്ഞു. എടാ മോനെ, കളിയിൽ തോറ്റെന്ന് വെച്ച് നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? നമ്മുടെ ധോനിയും ടെണ്ടുൽക്കറും ഒക്കെ എന്തുമാത്രം തോറ്റു കളിച്ചാ ഒടുവിൽ നല്ല കളിക്കാരായത്. മോനെ, തോൽവി വിജയത്തിലേക്കുള്ള ആദ്യ പടവാണ്. അല്ലച്ചാ, ഞാൻ അത്ര നല്ല കളിക്കാരനല്ല. എനിക്കിപ്പോ ക്രിക്കറ്റ് കളി നിർത്തുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. മോനെ, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. എന്നാൽ നീ ഭീരുവിനെ പോലെ തോറ്റു പിന്മാറുന്നത് എന്തോ എനിക്കത്ര പിടിക്കുന്നില്ല. അമർ അച്ഛനോട് ഒന്നും പറയാണ്ട് അവിടുന്ന് റൂമിൽ പോയി. അച്ഛൻ അമറിന്റെ ഈ സ്ഥിതി കണ്ട് ആലോചിക്കാൻ തുടങ്ങി. അമറിന് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അവന്റെ പേടിയാ അവനെ പിന്നോട്ട് മാറ്റുന്നത്. ഈശ്വരാ, നീ തന്നെ തുണ. ഒരു രാത്രി അമർ വഴിയിൽ തനിച്ചു പോകുമായിരുന്നു. അപ്പോ അമറിന്റെ മുമ്പിൽ ഒരു സന്യാസി വന്നു നിന്നു. നിൽക്കൂ കുഞ്ഞേ, എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? അങ്ങനെയൊന്നുമില്ല അപ്പൂപ്പ. എന്നെ ഒളിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ എന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് നിന്റെ വിഷമം കാണുന്നു. ഒരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാകാൻ മോൻ കൊതിക്കുന്നുണ്ടല്ലേ? അയ്യോ, ഇത് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ നീ ചിന്തിക്കുന്നത് ഞാൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ? എനിക്ക് ദിവ്യശക്തിയുണ്ട് മോനെ. നിന്റെ ഉള്ളിൽ നല്ല കളിക്കാരനാകാനുള്ള ആഗ്രഹവും കഴിവും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നിന്റെ പേടിയാണ് നിന്നെ പിറകോട്ട് വലിക്കുന്നത്. അതെ അപ്പൂപ്പ. വിഷമിക്കാതെ, ഞാൻ ഒരു വഴിയുണ്ടാക്കാം. ദാ പിടിച്ചോ. ഇങ്ങനെ പറഞ്ഞ് സാധു കൈ മോളിൽ പൊക്കി. ഒരു പ്രകാശമായി. ഇത് കണ്ട് അമറിന്റെ കണ്ണുകൾ അടഞ്ഞു. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അവന് ഒരു ബാറ്റ് കണ്ടു. ഇത് ഒരു സാധാരണ ബാറ്റ് അല്ല, ഇത് ഒരു മാന്ത്രിക ശക്തിയുള്ള ബാറ്റാണ്. മാന്ത്രിക ബാറ്റോ? അതെ കുഞ്ഞേ, ഇതിൽ ടെണ്ടുൽക്കർ, ധോനി, കോഹ്ലി എന്നീ പ്രശസ്ത ക്രിക്കറ്റ് കളിക്കാരുടെ ശക്തി അടങ്ങിയിട്ടുണ്ട്. ഇത് ആരുപയോഗിക്കുന്നുവോ അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നേരായിട്ടും? അതെ, സത്യം തന്നെ. ഈ ബാറ്റ് നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സഫലമാക്കും. വളരെ നന്ദി അപ്പൂപ്പ. സാധുവിന് നന്ദി പറഞ്ഞ് അമർ ആ ബാറ്റും കൊണ്ട് വേഗമായി വീട്ടിൽ പോയി. ഈ ബാറ്റ് കൊണ്ട് അമറിന്റെ ആത്മവിശ്വാസം തിരിച്ചു വന്നു. പിന്നെ അടുത്ത ദിവസം അമർ മൈതാനത്ത് പോയി. മോണ്ടു, എന്നെയും നിങ്ങളുടെ ടീമിൽ കൂട്ടൂ. ഞാനും കളിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം കൊച്ചു പിള്ളേരുടെ കൂടെ കളിച്ചിട്ട് ബാറ്റിംഗ് ചെയ്യാൻ പഠിക്കൂ. പോടാ പോ. ഞാൻ ഇന്ന് വളരെ നന്നായി കളിക്കും മോണ്ടു. ഇന്നെന്റെ അടുത്ത് ഈ മാന്ത്രിക ശക്തിയുള്ള ബാറ്റുണ്ട്. എന്ത്? മാന്ത്രിക ശക്തിയുള്ള ബാറ്റോ? നീ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഇപ്പോൾ തന്നെ എൻ്റെ ടീമിൽ ധാരാളം നല്ല കളിക്കാരുണ്ട്. കൂടാതെ ഇന്നത്തെ കളിയും തീരാറായി. മോണ്ടു അമറിന് അവന്റെ ടീമിൽ ചേർത്തിക്കാൻ തയ്യാറായില്ല. അപ്പോ അവിടെ വേറെ ടീമിന്റെ ഒരാൾ വന്നു. മോണ്ടു, ഞങ്ങളുടെ ടീമിലെ ഒരാൾക്ക് തീരെ വയ്യ, അവന് കളിക്കാൻ പറ്റില്ല അത്രേ. അതെയോ?
അപ്പോൾ ഇന്നത്തെ കളിയിൽ ഞങ്ങൾ ചുളുവിൽ ജയിച്ചു എന്നർത്ഥം. ഞങ്ങളുടെ മധുരാപൂർ എക്സ്പ്രസിന്റെ അവസാന പന്തേറിൽ 6 റൺസ് അടിക്കാൻ ഒരു ബാറ്റ്സ്മാനും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അമർ മോട്ടുവിന്റെ ഈ പേച്ച് കേട്ട് ആലോചിക്കാൻ തുടങ്ങി. ഇതൊരു നല്ല അവസരമാണ് ഈ മാന്ത്രിക ബാറ്റിന് പരീക്ഷിക്കാൻ. ഹലോ ഗോളു, നീ വിചാരിച്ചാൽ ഞാൻ നിങ്ങളുടെ ടീമിനെ ഈ മാച്ച് ജയിപ്പിച്ചു തരാൻ പറ്റും. ഓ ശരിയാ, ഇവന്റെ കയ്യിൽ മാന്ത്രിക ബാറ്റ് ഉണ്ട് പോലും. ഇതുകൊണ്ട് ഇവൻ എന്തും ചെയ്യാൻ പറ്റും. ഇവനെ കൂടെ കൂട്ടിക്കോളൂ. അല്ലെങ്കിലും നിങ്ങളുടെ ടീമിൽ ഇനി ആരും ബാക്കിയില്ലല്ലോ. ശരി, നീ പോന്നോളൂ. അന്നത്തെ പോലെ ആദ്യത്തെ ഏറിൽ തന്നെ ഇവനെ ഔട്ടാക്കണം. ഒരു കളിക്കാരൻ വന്നിരിക്കുന്നു മാന്ത്രിക ബാറ്റും കൊണ്ട്. ധോണിയുടെ ശക്തി എനിക്ക് വേണം. ഒരു ബോളിൽ 6 റണ്ണ്. ഇപ്പൊ പിന്നെ മധുരാപൂർ എക്സ്പ്രസ് ഓടി ബോൾ ഇട്ടു. അതിൽ അമർ നന്നായിട്ട് ബാറ്റ് ചെയ്തതും ബോൾ ബൗണ്ടറിന്റെ പുറത്ത് പോയതും എല്ലാവരും സിക്സർ എന്ന് കൂവാൻ തുടങ്ങി. ആ ദിവസം കഴിഞ്ഞ് വളരെ ജാസ്തി സ്കോർ ചെയ്യണമെങ്കിൽ അല്ല ബാറ്റിംഗ് ചെയ്യണം. അമർ ഈ മാജിക് ബാറ്റ് കൊണ്ട് നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യാമായിരുന്നു. അവന്റെ ബാറ്റിംഗ് കണ്ട് അവരുടെ ടീം എല്ലാ ടൂർണമെന്റും ജയിക്കാൻ തുടങ്ങി. അമറിന്റെ ഈ കളി നോക്കി അച്ഛൻ വളരെ സന്തോഷമായി. അമറിന്റെ ഈ കളി കണ്ട് മോണ്ടുവും അവന്റെ കൂട്ടുകാരിലും വല്ലാണ്ടായി. നാളത്തെ മാച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ തീരൂ. പക്ഷേ ആ അമറിനെ എങ്ങനെ നേരിടും? മുമ്പ് ഈ മധുരാപൂരിൽ എന്റെ ബൗളിങ്ങിനെ നേരിടാൻ പറ്റിയ കളിക്കാരനുണ്ടായിരുന്നില്ല. എന്നാലും ഈ അമർ എങ്ങനെയാ തുരിതുരെ 4ഉം 6ഉം റൺസ് എടുക്കുന്നത്? നേരത്തെ ഇവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പോൾ എന്ത് മാന്ത്രിക ശക്തിയാ ഇവന് കിട്ടിയിരിക്കുന്നത്? മാന്ത്രിക ശക്തി! അപ്പൊ തന്നെ മോണ്ടുവിന് അമറിന്റെ ആ മാജിക് ബാറ്റിന്റെ വാർത്തകൾ ഓർത്തു. മാന്ത്രിക ശക്തി! എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. നീ വിഷമിക്കാതെ, നാളത്തെ മാച്ച് നമ്മൾ തന്നെ ജയിക്കും. അടുത്ത ദിവസം കാലത്ത് എണിക്കുമ്പോൾ അവന്റെ ബാറ്റ് അവിടെ കാണാറില്ല. അയ്യോ, എന്റെ ബാറ്റ് അവിടെ പോയി. അമർ റൂമിൽ നിന്ന് പുറത്തു വന്ന് അവന്റെ അച്ഛനോട് ചോദിക്കാൻ തുടങ്ങി. അച്ഛാ, എന്റെ ബാറ്റ് അവിടെ? ഇല്ലല്ലോ മോനെ, അത് നിന്റെ മുറിയിലല്ലേ വെക്കാറുള്ളത്? അതെ അച്ഛാ, ഇപ്പോ അത് അവിടെ കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും തേടി. ഇനി ഞാൻ എന്തു ചെയ്യും? ഇന്നത്തെ മാച്ചിൽ ഞാൻ ആ ബാറ്റ് ഇല്ലാണ്ട് എങ്ങനെ ജയിക്കാൻ പറ്റും? കുഴപ്പമില്ല മോനെ, വേറെ ബാറ്റ് എടുത്ത് കളിച്ചാൽ പോരെ? അല്ലച്ചാ, നിങ്ങൾക്കത് മനസ്സിലാകില്ല. എന്റെ ആ ബാറ്റ് മാന്ത്രിക ശക്തിയുള്ളതായിരുന്നു. ഒരു താടിക്കാരൻ വൃദ്ധൻ സന്യാസി തന്നതല്ലേ? ഹാ, പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? എടാ മോനെ, ആ സന്യാസി വേഷം മാറി വന്നത് ഞാൻ തന്നെയായിരുന്നു. അപ്പോ അതെല്ലാം? മോനെ, എനിക്ക് അറിയായിരുന്നു. അന്ന് ആ കളിയിൽ തോറ്റ നീ സങ്കടപ്പെട്ടിരുന്നത് ഓർമ്മയുണ്ടോ? നിന്റെ ഉള്ളിലെ ആ പേടി നിന്റെ കഴിവിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഞാൻ ആ മാന്ത്രിക ബാറ്റിന്റെ ഒരു ചെറിയ നാടകം കളിച്ചതാ. അതിന്റെ ഫലം നിന്റെ മുമ്പിലുണ്ടല്ലോ. അപ്പോ അതെല്ലാം? നോക്കു മോനെ, അതെ, നിന്റെ സ്വന്തം കഴിവുകൊണ്ട് ആയതാണ്. അതും ഒരു പ്രത്യേക കഴിവാണ്. അപ്പോൾ പോകൂ, നീ ആ ബാറ്റ് കൊണ്ട് കളിച്ചാലും നീ മാച്ച് ജയിച്ചു വരും. ഇത് കേട്ടതും അമർ സന്തോഷമായി മാച്ച് കളിക്കാൻ പോയി. അമറിന്റെ ടീം ജയിച്ചു. പിന്നെ മോണ്ടു അമറിന്റെ വീട്ടിൽ നിന്ന് തിരിടിയ ബാറ്റ് കൊണ്ട് വളരെ ശ്രമിച്ചു. അമറിന്റെ പോലെ അവന്റെ ഉള്ളിൽ ഒരു മാജിക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കും എല്ലാവർക്കും നിങ്ങളുടെ അകത്തിലുള്ള ഒരു മാജിക് ഉണ്ടായിരുന്നു. അത് ഉണർത്തിയാൽ നിങ്ങൾക്കും ജയിക്കാനാകും. ഈ കഥ വിജയനഗർ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന രാമുവിനെ കുറിച്ചാണ്. രാമു ദിവസവും കാട്ടിൽ പോയി വിറക് മുറിച്ചു കൊണ്ടുവരുമായിരുന്നു. ആ വിറക് വിറ്റ് അന്ധനായ അമ്മയും അച്ഛനെയും നോക്കുമായിരുന്നു. ഇത് രാമു എന്നും ചെയ്യുന്ന പണിയായിരുന്നു. ഇന്നും കാട്ടിലെത്തി ഉണങ്ങിയ മരം അന്വേഷിച്ചു നടന്നു. ഒരുപാട് നേരം അന്വേഷിച്ചതിനു ശേഷം ഒരു വലിയ ഉണങ്ങിയ മരം അവൻ കണ്ടു. അല്ല, ഇതെന്ത് മരമാ? ഇതുപോലൊരു മരം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. ശരി, അത് പോട്ടെ. എന്തായാലും ഇന്നൊരു നല്ല മരം കിട്ടിയല്ലോ. സത്യത്തിൽ
ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് കരുതിയാ വന്നത്. രാമു കോടാലി ഉപയോഗിച്ച് മരം വെട്ടാൻ പോയപ്പോഴാണ് അവൻ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടത്. നിൽക്ക്. രാമു പേടിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി. ആരാ അത്? ആരാ ഇപ്പൊ നിൽക്കെന്ന് പറഞ്ഞത്? ഒന്ന് വേഗം പറയൂ. രാമു കുറച്ചുനേരം അവിടെ ഇവിടെ നോക്കി. അവന് വിശ്വാസമായി അടുത്തെങ്ങും ആരുമില്ലാന്നുള്ളത്. അവൻ പിന്നെയും പണി തുടങ്ങാമെന്ന് ചിന്തിച്ചു. ഒരുപക്ഷെ ഒത്തിരി ക്ഷീണിച്ചതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നതായിരിക്കൂ. എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടണം. എന്നിട്ട് തടിക്കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇതിനെ വിൽക്കണം. രാമു കോടാലി കൊണ്ട് വെട്ടാൻ ഒന്നും കൂടെ ശ്രമിച്ചപ്പം പഴയതിനേക്കാൾ ഭയങ്കരമായ ശബ്ദം പിന്നെയും കേട്ടു. നിർത്താനല്ലേ പറഞ്ഞത്? ഈ പ്രാവശ്യം രാമുവിന് മരത്തേൽ ഒരാളുടെ മുഖം കാണാൻ കഴിഞ്ഞു. രാമുവിന്റെ കയ്യിലിരുന്ന കോടാലി താഴെ വീണു. പേടിച്ചവൻ പുറകിലോട്ട് നടക്കാൻ തുടങ്ങി. അയ്യോ, കണ്ടില്ലേ? അത് എനിക്ക് മാപ്പ് തരണം. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയതാ. എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങ് ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് മുതിരില്ലായിരുന്നു. ആ മരത്തേന്ന് നല്ല തേജസ്സുള്ള വെട്ടം പുറത്തു വന്നു. ആ മരം അവിടുന്ന് മാഞ്ഞുപോയി. മുൻപിൽ ഒരു ദൈവം നിൽക്കുന്നുണ്ടായിരുന്നു. അതെ രാമു, നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഭൂതമൊന്നുമല്ല. ഞാൻ ശരിക്കും സ്വർഗലോകത്തിൽ നിന്ന് വന്നിരിക്കുന്ന ശപിക്കപ്പെട്ട ഒരു ഗന്ധർവനാണ്. ഇന്ന് നിന്നിലൂടെ എനിക്ക് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. എന്ത്? എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുകയാണ് ഗന്ധർവരാജ. ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഞാൻ വരമാണ് തരാൻ പോകുന്നത്. എന്ത് വരമോ? അതെ, നോക്കൂ രാമു, എനിക്കെല്ലാം അറിയാം. അതായത് നീ വളരെ കഷ്ടപ്പാടിലാണ്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നിനക്കുണ്ട്. ഞാൻ നിനക്ക് ഒരു മായാജാല മന്ത്രം ചൊല്ലിത്തരാം. അതിന്റെ പേരാണ് ഉൾട്ടാ പുൾട്ടാ മന്ത്രം. ഉൾട്ടാ പുൾട്ടാ മന്ത്രോ? അതെ, ഈ മന്ത്രം ഉച്ചരിക്കുന്നത് മൂലം നിന്റെ ജീവിതം ഇപ്പൊ എങ്ങനെയാണോ അതിന്റെ നേരെ വിപരീതമായി മാറും. അതായത് നീ വലിയ പണക്കാരനാകും, സുഖസൗകര്യങ്ങളുണ്ടാകും. ഉള്ളതാണോ? അതെ, ഇത് പരിപൂർണ സത്യമാണ്. ഞാൻ നിനക്ക് ആ മന്ത്രം ചൊല്ലിത്തരാം രാമു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരേ ഒരു തവണ മാത്രമേ ഈ മന്ത്രം ഉച്ചരിക്കാൻ നിനക്ക് സാധിക്കൂ. ഒരുപക്ഷെ നീ അറിയാതെ പോലും രണ്ടാമത്തെ തവണ ഈ മന്ത്രം ഉച്ചരിച്ചാൽ നിന്റെ കയ്യിലുള്ള എല്ലാം നിനക്ക് നഷ്ടമാകും. നിന്റെ ജീവിതം തലകീഴായി മാറുന്നതായിരിക്കും. അത് ഓർമ്മ വേണം. ഈ കാര്യം ഞാൻ ഓർത്തുകൊള്ളാം ഗന്ധർവരാജ. ഗന്ധർവ മഹാരാജ് രാമുവിന്റെ ചെവില് ആ മന്ത്രം ചൊല്ലി. ഓർമ്മയിരിക്കട്ടെ രാമു, ഈ മന്ത്രം ഉച്ചരിക്കുന്നത് മനസ്സിൽ ഒരേ ഒരു തവണ മാത്രമായിരിക്കണം. അതിൽ തെറ്റ് സംഭവിച്ചാൽ എല്ലാം വിപരീതമായി മാറും. ഇത്രയും പറഞ്ഞിട്ട് ഗന്ധർവ മഹാരാജ് അവിടുന്ന് മാഞ്ഞുപോയി. രാമു ചിന്തിച്ചു. ശരിക്കും ഈ മന്ത്രം എന്റെ കഷ്ടപ്പാടും ദുരിതവുമൊക്കെ തീർക്കുമോ? എന്തിനാ ആലോചിക്കുന്നേ? ഇപ്പൊ തന്നെ ഈ മന്ത്രത്തെ ഉച്ചരിച്ചു നോക്കാം. എന്തിനാണ് സമയം പാഴാക്കുന്നത്? രാമു കണ്ണടച്ച് ആ മന്ത്രം ചൊല്ലി. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോഴും എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവന് വിഷമമുണ്ടായി. ഗന്ധർവ മഹാരാജൻ എന്നെ പറ്റിച്ചെന്ന് തോന്നുന്നു. ശരി, പോട്ടെ. സമയം സന്ധ്യയാകാറായി. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇന്ന് എന്തായാലും പട്ടിണി കിടക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. രാമു അവന്റെ കോടാലി എടുക്കാൻ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത് അത് തറയില് കൊത്തിവെച്ചിട്ടുണ്ട്. രാമു ബലം ഉപയോഗിച്ച് കോടാലി എടുത്തപ്പം അതിനോടൊപ്പം ഭൂമിയിൽ നിന്നും ഒരു പെട്ടി പുറത്തേക്ക് വന്നു. അല്ല, എന്താ ഇത്? ഇതൊരു വലിയ പെട്ടിയാണല്ലോ. ഇതെങ്ങനെ ഈ മണ്ണിനടിയിൽ നിന്ന് വന്നു? എന്തായാലും തുറന്നു നോക്കാം. രാമു ആ പെട്ടി തുറന്നു നോക്കിയപ്പം അകത്തുള്ള സ്വർണ നാണയങ്ങളും ആഭരണങ്ങളും കണ്ട് അതിശയിച്ചു. ഇത്രമാത്രം സ്വർണ്ണോ? അപ്പോഴാണ് രാമുവിന് ഗന്ധർവ മഹാരാജ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. മന്ത്രം ചൊല്ലിയതിനു ശേഷം നിന്റെ ജീവിതം സന്തോഷപൂർണമാകുമെന്ന്. അങ്ങനെയെങ്കിൽ ഗന്ധർവ മഹാരാജൻ പറഞ്ഞിട്ട് പോയ കാര്യം സത്യം തന്നെയാണ്. ഇത്രയും സ്വർണം എന്റെ കയ്യിലുള്ളപ്പോ ഇനി ജീവിതത്തിൽ ഒരു ജോലിക്കും ഞാൻ പോകേണ്ടി വരില്ല. അവിടുത്തെ ഉൾട്ടാ പുൾട്ടാ മന്ത്രത്തിന് ഒത്തിരി നന്ദിയുണ്ട് ഗന്ധർവരാജൻ.
രാമു ആ പെട്ടിയെ അടച്ചിട്ട് അതിനെ എടുത്ത് വീട്ടിലേക്ക് പോയി. വഴി വെച്ച് രാമു വലിയൊരു പാമ്പിനെ കണ്ടു. ജീവൻ രക്ഷിക്കാൻ രാമു അവിടുന്ന് ഓടി. വഴിയിൽ ഒരു വലിയ കല്ലിൽ കാല് തട്ടിയപ്പം കയ്യിലിരുന്ന പെട്ടി തെന്നി പറന്നുപോയി. അത് നേരെ അവന്റെ അമ്മയുടെയും അച്ഛന്റെ അരികിൽ ചെന്നു വീണു. പരിക്കേറ്റ് അവര് ബോധം കെട്ട് താഴെ വീണു. രാമു ഓടി അവരുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, അച്ഛാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പരുക്കൊന്നും പറ്റിയില്ലല്ലോ? അതെ മോനെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കാണെങ്കിൽ നിന്നെ കാണാനും കഴിയുന്നുണ്ട്. അതെ, എനിക്കും നിന്നെ കാണാൻ പറ്റുന്നുണ്ട് മോനെ. സത്യമാണോ അച്ഛാ? അതെ മോനെ, ഇതൊരു അതിശയം തന്നെയാ, വലിയൊരു അതിശയം. അതെ അച്ഛാ, അച്ഛൻ പറഞ്ഞത് ശരിയാ. രാമുവിന് ഗന്ധർവ മഹാരാജ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. നീ മന്ത്രം ചൊല്ലിയതിന് ശേഷം നിന്റെ ജീവിതം മൊത്തത്തിൽ മാറിപ്പോകുമെന്ന്. അതിനുശേഷം അവന്റെ ജീവിതം മാറുക തന്നെ ചെയ്തു. അവൻ വലിയൊരു വീട് വാങ്ങി, സ്വന്തമായ വ്യവസായം തുടങ്ങി. അതിമനോഹരിയായ മേഘാലിയുമായിട്ട് അവന്റെ വിവാഹം നടന്നു. മേഘാലി രാമുവിന്റെ അമ്മയെ അച്ഛനെയും സ്വന്തം അമ്മയെ അച്ഛനെ പോലെ നോക്കുമായിരുന്നു. ഗന്ധർവ മഹാരാജാവിന്റെ ഉൾട്ടാ പുൾട്ടാ മന്ത്രം വിജയിക്കട്ടെ. പക്ഷെ ഇത്രയൊക്കെ കിട്ടിയതിനു ശേഷവും രാമുവിന്റെ മനസ്സിൽ അത്യാഗ്രഹം കൂടി. എന്തു പറ്റി രാമു മോനെ? ഞാനൊരു വലിയ പണക്കാരനാണോ? എന്നേക്കാളും പണം കയ്യിൽ വെച്ച എത്ര പേര് ഈ നാട്ടിലുണ്ടാവും? ബംഗ്ലാവ്, വണ്ടികൾ. സത്യം പറഞ്ഞ അവരാണ് ശരിക്കും സന്തോഷമായി കഴിയുന്നത്. മോനെ, ഒരു കാര്യം നീ ഒരിക്കലും മറക്കല്ല്. സന്തോഷമായി ജീവിക്കുന്നതും ഒരുപാട് പണം ഉണ്ടാക്കുന്നതും വേറെ വേറെ കാര്യമാണ്. കയ്യിലുള്ളതിൽ വെച്ച് സന്തോഷിക്കാൻ നോക്കു മോനെ. അതെ മോനെ, നീ ഇതുവരെ വളരെ ബുദ്ധിമുട്ടി അധ്വാനിച്ച് നിന്റെ സാമർത്ഥ്യം കൊണ്ടാ ഇത്രയും വളർന്നത്. ഇതുപോലെ നീ അധ്വാനിച്ചുകൊണ്ടിരുന്ന നീ വിചാരിക്കുന്ന പോലെ വലിയ നിലയിൽ നിനക്കെത്താൻ പറ്റും. ജീവിതത്തിൽ ആർക്കും സമയത്തിനു മുൻപേ ആവശ്യത്തിനേക്കാൾ കൂടുതൽ കിട്ടാറില്ല. അച്ഛാ, അമ്മേ, നിങ്ങളുടെ ഉപദേശമൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങളെപ്പോലെ ആലോചിച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും നേടാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ പ്രായമായവരാ, പക്ഷെ ഞങ്ങളുടെ ചിന്തകൾ 100% ശരിയായിരിക്കും. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ അധ്വാനിച്ചിട്ടല്ല ഇത്രയും വളർന്നത്. ഉൾട്ടാ പുൾട്ടാ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാ ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. എന്റെ മനസ്സിലിപ്പോ തോന്നുന്നതാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ പോകുന്നത്. അതായത്, ഞാൻ ആ മന്ത്രത്തെ വീണ്ടും ഉച്ചരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലും വലിയ പണക്കാരനാകും. രാമുവിന് ഗന്ധർവ മഹാരാജ് കൊടുത്ത മുന്നറിയിപ്പ് ഓർമ്മ വന്നു. ഈ മന്ത്രത്തെ ഒരിക്കൽ കൂടി ഉച്ചരിക്കാൻ പാടില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി ഒരിക്കൽ കൂടി ആ മന്ത്രത്തെ ഉച്ചരിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. രാമു കണ്ണു അടച്ച് മഹാരാജാവ് പറഞ്ഞുകൊടുത്ത മന്ത്രത്തെ ഒരിക്കൽ കൂടി ചൊല്ലി. പക്ഷെ കണ്ണു തുറന്നു നോക്കിയപ്പം രാമു പഴയതുപോലെ വിറക് വെട്ടുകാരന്റെ രൂപത്തിൽ കാട്ടി നിൽക്കുന്നതാണ് കണ്ടത്. അയ്യോ, ഞാനെങ്ങനെ ഇവിടെ എത്തി? എന്റെ ബംഗ്ലാവും വണ്ടിയും എല്ലാം കൈവിട്ടു പോയോ? ഗന്ധർവ മഹാരാജാവ് കൊടുത്ത മുന്നറിയിപ്പ് രാമുന് ഓർമ്മ വന്നു. എന്നിട്ട് ഈ പ്രാവശ്യം രാമു ഓരോ മരത്തിലും ഗന്ധർവ മഹാരാജാവിനെ അന്വേഷിച്ചു നടന്നു. ഗന്ധർവ മഹാരാജാവേ, ഞാൻ അറിയാതൊരു തെറ്റ് ചെയ്തു പോയി. ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല. എനിക്ക് വീണ്ടും ഒരു നല്ല ജീവിതം തരണം മഹാരാജാവേ. അതെന്തു മന്ത്രമായിരുന്നു? രാമു ആ മന്ത്രത്തെ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ ഓർമ്മ വന്നില്ല. അവസാനം അവന് അവന്റെ അവസ്ഥ കണ്ട് കരയാൻ തുടങ്ങി. അതെന്തു മന്ത്രമായിരുന്നു? ഓം ഉൾട്ടാ, അല്ലല്ല, ഓം മിൽട്ടായത. വേറെന്തോ ഒരു അക്ഷരമുണ്ടല്ലോ. ഗന്ധർവ മഹാരാജാവേ, എന്തക്ഷരമാത്? എന്ത് വാക്കാത്? ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്
അത്യാഗ്രഹം ആപത്താണ്. വിശ്വാസ് അമ്മയും അച്ഛൻ്റെ ഒപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിക്കായിരുന്നു. വിശ്വാസിന്റെ അച്ഛൻ്റെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അയാൾ അതിൻ്റെ വരവിൽ അവർക്ക് വെറും 2 നേരം ഉണ്ണാനേ കിട്ടുമായിരുന്നു. അച്ഛാ, എനിക്കൊരു പുതിയ വീഡിയോ ഗെയിം വേണം. കഴിഞ്ഞ മാസമല്ലേ മോനെ 10,000 രൂപയുടെ വീഡിയോ ഗെയിം നിനക്ക് വാങ്ങി തന്നത്? അത് പഴയതായി അച്ഛാ. എന്റെ കൂട്ടുകാരൻ മോഹിത് 20,000ന്റെ പുതിയ വീഡിയോ ഗെയിം വാങ്ങിച്ചു. എനിക്ക് അതിലും വില കൂടിയത് വേണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മിണ്ടില്ല. ശരി മോനെ, നീ എന്റെ മൂഡ് കളയാതെ. ഞാൻ നിനക്ക് 25,000ന്റെ വീഡിയോ ഗെയിം വാങ്ങിത്തരാം. നീ വിഷമിക്കാതിരിക്കൂ. എന്റെ അച്ഛൻ പുന്നാരച്ഛൻ. രാജന്റെ അച്ഛൻ കടക്കാരന് പൈസ കൊടുത്തു. ആ പുതിയ ഗെയിം വാങ്ങിച്ചു. ഇത് കണ്ട് വിശ്വാസിന്റെ അച്ഛന് കുറച്ച് വിഷമം തോന്നി. അച്ഛാ, ഈ രാജനും ഒന്നും അറിയില്ല. ഞങ്ങളുടെ ടീച്ചർ പല തവണ പറഞ്ഞതാ, വീഡിയോ ഗെയിം കളിക്കാൻ പാടില്ല, അത് കണ്ണിന് കേടാണ്. അച്ഛാ, എനിക്കൊരിക്കലും അത്തരം ഗെയിം വേണ്ട. വരൂ, നമുക്ക് വീട്ടിൽ പോകാം അച്ഛാ. വിശ്വാസിന്റെ മനസ്സിൽ അമ്മയും അച്ഛനും ഒരിക്കലും അവന്റെ ചിന്തയുണ്ട് വിഷമം തോന്നരുതേ അവന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. വിശ്വാസ് സ്കൂൾ വിട്ട് എന്നും അച്ഛൻ്റെ കടയിൽ പോയി കുറച്ച് ജോലി ചെയ്തു കൊടുക്കുമായിരുന്നു. മോനെ, ഒരു കാര്യം ചെയ്യോ? ഈ ബാഗ് എടുത്ത് അകത്ത് കൊണ്ടുവെക്കുവോ? ശരി അച്ഛാ. വിശ്വാസ് അച്ഛന് പറഞ്ഞ പോലെ ആ ബോക്സ് എടുത്ത് വേറെ എല്ലാ ബോക്സിൻ്റെ ഒപ്പം അകത്ത് വെക്കാൻ പോയി. അപ്പോ അവന്റെ കണ്ണ് ആ ബോക്സിൽ വെച്ച് ഒരു ഘടിയാലത്തിൽ പോയി. അച്ഛാ, ഇത് ആരുടെ വാച്ചാണ് അച്ഛാ? വാച്ചോ? ഇത് ആ സയന്റിസ്റ്റ് സാറിന്റെ ആക്രിയിൽ വന്നതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ സമയമൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇത് തീരെ ചീത്തയായിരിക്കുക. നമുക്ക് ഒരു ഉപയോഗത്തിനുമാവില്ല. അതെയോ? അച്ഛൻ ഇത് ആവശ്യമില്ലെങ്കിൽ ഞാനിത് എടുത്തോട്ടെ. എനിക്ക് വേണമെങ്കിൽ എടുത്തോ. പക്ഷേ ഈ വാച്ച് സമയമൊന്നും കാണിക്കില്ല കേട്ടോ. ഇതെടുത്തിട്ട് നീ എന്ത് ചെയ്യാനാ? ഒന്നുമില്ല അച്ഛാ, വെറുതെ കളിക്കാനാ. ശരി, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. വിശ്വാസ് വളരെ സന്തോഷമായി ആ വാച്ചിന് തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ തുടങ്ങി. അയ്യോ, ഇതില് ബാറ്ററി കാണുന്നില്ലല്ലോ. ഇതിൽ ബാറ്ററി ഇട്ടാൽ ഇത് നടക്കുമായിരിക്കും. വിശ്വാസ് ആ വാച്ചിൽ ഒരു സെല്ലിട്ടപ്പോൾ അതിലുള്ള ലൈറ്റ് പ്രകാശമാവാൻ തുടങ്ങി. വിശ്വാസ് വളരെ സന്തോഷമായി പിന്നെ ആ വാച്ചിനെ നോക്കാൻ തുടങ്ങി. ഇത് നടക്കുന്നുണ്ടല്ലോ. ഈ ബട്ടൺ എന്തിന്റെ ആണാവോ? ഇത് വല്ല ടൈം മെഷീൻ മറ്റേ ആണോ? ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിശ്വാസ് ടൈം മെഷീന് ഒരു 5 മിനിറ്റ് പിന്നിലാക്കിയ പിന്നെ അച്ഛൻ്റെ ഒപ്പം കടയിൽ പോയി അവൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. മോനെ, ഒരു കാര്യം ചെയ്യോ? ഈ ബാഗ് എടുത്ത് അകത്ത് കൊണ്ടുവെക്കുവോ? ശരി അച്ഛാ. അയ്യോ, ഞാൻ ചിന്തിച്ചത് ശരിയല്ലേ? ഈ മാന്ത്രിക വാച്ചിന്റെ സഹായത്തോടെ എനിക്ക് സമയത്തിന്റെ മുന്നോട്ടും പിറകോട്ടും പോകാൻ കഴിയും. എനിക്ക് ഇതിനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഈ മാജിക്കൽ വാച്ച് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് വിശ്വാസ് ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അവന് ഒരു ഐഡിയ കിട്ടി. മാജിക് വാച്ചിന്റെ സഹായത്തിൽ വിശ്വാസ് 5 ദിവസം മുമ്പിൽ പോയി ഒരു ലോട്ടറി കടയിൽ കയറി അവിടെ ജയിക്കുന്ന ലോട്ടറി നമ്പർ തേടാൻ തുടങ്ങി. നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഇനി നമ്മൾ പാവങ്ങളായി ജീവിക്കേണ്ടി വരില്ല. ഞാനും എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങും. വിശ്വാസ് ഇത് ആലോചിക്കുമ്പോൾ അവിടെ 50 വയസ്സായ ഒരാള് വന്ന് നിന്നു. അയ്യോ, ഈ ലോട്ടറി കൊണ്ട് നീ നിന്റെ ഭവിഷ്യം മാറ്റാൻ നോക്കുകയാണോ? പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, അധ്വാനിക്കാതെ കിട്ടിയ മുതല് നിലനിൽക്കില്ല മോനെ. ഇങ്ങനെ കിട്ടിയ മുതൽ എത്ര എളുപ്പം കിട്ടുമോ അത്രയും എളുപ്പം പോകുകയും ചെയ്യും. പക്ഷേ പോകുമ്പോൾ
അത് ഒറ്റക്ക് പോകില്ല മോനെ. ഇത് നിങ്ങൾ എന്താണ് പറയുന്നത്? ജീവിതത്തിൽ വിജയത്തിന്റെ വഴിയിൽ ഒരു ഷോർട്ട് കട്ടും ഉണ്ടാവില്ല. ഇത് ഓർമ്മ വെച്ചോളൂ മോനെ. ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ അവിടുന്ന് പോയി. ഇതാരായിരുന്നു? എന്താണ് ഇയാള് പറഞ്ഞത്? പോട്ടെ, ഇതൊക്കെ ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് വേഗം പോകണം. വിശ്വാസന്റെ പ്ലാന് ജയിച്ചു. പിന്നെ വിശ്വാസന്റെ അച്ഛൻ 5 ദിവസം കഴിഞ്ഞ് 5 കോടി ലോട്ടറി ജയിച്ചു. വിശ്വാസന്റെ വീട്ടില് എല്ലാ സൗകര്യങ്ങളും വിശ്വാസന് വേണ്ട പോലെ കിട്ടി. ഇതിന്റെ ഒപ്പം അവർക്ക് ഇന്നും തടസ്സങ്ങൾ വന്നു. പരിശ്രമം ചെയ്യാണ്ട് വന്ന പൈസക്ക് വിശ്വാസന്റെ അച്ഛന് വിലയില്ലാണ്ടിരുന്നു. പിന്നെ ആ പൈസകള് ചീട്ട് കളിച്ച് തോത്തുപോയി. ഇങ്ങനെ ഒരു സ്വഭാവം കാരണം അവരുടെ വീടെല്ലാം നഷ്ടമായി പോയി. പിന്നെ അവര് അതേ മുമ്പിലത്തെ വീട്ടില് തിരിച്ചു വന്നു. കേൾക്കൂ, ഞാൻ പറയാം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട് മോനെ, അധ്വാനിക്കാതെ കിട്ടിയ മുതൽ നിലനിൽക്കില്ലെന്ന്. വന്ന പോലെ തന്നെ അത് തിരിച്ചു പോകും. നിന്റെ അച്ഛന്റെ അധ്വാനശീലം ഇല്ലാതായില്ലേ ഇപ്പോൾ? നിന്റെ അച്ഛൻ മുമ്പത്തെ മാതിരി അധ്വാനിച്ച് കഴിയാൻ ഒരിക്കലും മുതിരില്ല ഇനി. എനിക്കിപ്പോൾ മനസ്സിലായി. ഭവിഷ്യത്തിന് പകരം എന്റെ അച്ഛന്റെ ഭൂതകാലത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അച്ഛൻ അധ്വാനിച്ച പണം സമ്പാദിക്കാൻ തുടങ്ങും. പണം ചൂത് കളിച്ച് കളയില്ല. ശരി, ഞാൻ ഇത് തന്നെ ചെയ്യാം. നിനക്ക് ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. ശരി, ഇതും പ്രയത്നിച്ചു നോക്കൂ മോനെ. വിശ്വാസ് മാജിക് വാച്ചിന്റെ സഹായത്തിൽ 20 വർഷം പിന്നിൽ പോയി. അവൻ അവിടെ പോയപ്പോൾ അച്ഛനെ ഒരു മരത്തെ ചോട്ടില് വിശ്രാമം ചെയ്യുന്നത് കണ്ടു. ദിവസവും മുഴുവൻ ഈ മരച്ചോട്ടിലിരുന്ന് കാറ്റുകൊള്ളുന്നത് എന്താ രസം. ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട ആവശ്യമില്ല. അതാ അച്ഛൻ. അച്ഛനോ? ആരുടെ അച്ഛൻ? എങ്ങനെ അച്ഛനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും? കേക്കുമോനെ, നിന്റെ അച്ഛനമ്മമാരെ വിട്ടുപിരിഞ്ഞതാണോ? അല്ല അച്ഛാ, ഞാൻ അങ്ങെ കാണാൻ തന്നെ വന്നതാണ് അച്ഛാ. നീ എന്തിനാ എന്നെ കൂടെ കൂടെ അച്ഛ എന്ന് വിളിക്കുന്നത്? ക്ഷമിക്കണം അച്ഛാ. അച്ഛൻ നേരെ വഴി അധ്വാനിച്ച് ജീവിച്ചില്ലെങ്കിൽ അച്ഛന്റെ ഭവിഷ്യം അവതാളത്തിലാകും. നിർത്ത് നിന്റെ സംസാരം. ഓ, ഒരു കുട്ടീൻ്റെ അടുത്ത് ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു അല്ലേ? ഭവിഷ്യകാലത്തിൽ നിന്നും വന്നതാ. സത്യമായും ഞാൻ അങ്ങയുടെ മകനാണ്. നമ്മുടെ ഭാവി നല്ലതായിരിക്കില്ല. അച്ഛൻ നന്നായി ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം വളരെ പ്രശ്നത്തിലാവും. ആദ്യം നീ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഭാവിയിൽ നിന്ന് വന്നതാണെങ്കിൽ വരുന്ന വഴി ആ ലോട്ടറിയുടെ നമ്പർ കൊണ്ടുവരാമായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല അച്ഛന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമെന്ന്. അയ്യോടാ, ഇവനെവിടെ അദൃശ്യമായി? സത്യത്തിൽ അവൻ എൻ്റെ ഭവിഷ്യത്തിൽ നിന്ന് വന്നതായിരിക്കുമോ? എന്തുമാകട്ടെ, ഞാൻ നാളെ മുതൽ അല്ല, ഇന്ന് തന്നെ ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കട്ടെ. അപ്പോൾ ആക്രി കച്ചവടം തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. ഈ ഐഡിയ നല്ലതാണ്. ആര് കണ്ടു, ആ ആക്രിയിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാലോ? വിശ്വാസ് അവന്റെ ഇപ്പോഴത്തെ സമയത്തിൽ തിരിച്ചു വന്നു. പിന്നെ അവൻ ആ വയസ്സായ ആളെ കണ്ടു. എന്തായി മോനെ, വല്ല കാര്യങ്ങൾ നടന്നോ? ഇല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ അടുത്തുനിന്ന് വലിയ തെറ്റ് സംഭവിക്കുന്നു. നിന്റെ അടുത്ത് മാന്ത്രിക വാച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യർ ഒന്നുകിൽ നമ്മുടെ വരാൻ പോകുന്ന ഭവിഷ്യത്തെപ്പറ്റി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പോയ ഭൂതകാലത്തെപ്പറ്റി ചിന്തിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ കയ്യിലുള്ള വർത്തമാനകാലത്തെ നമ്മൾ മറക്കുന്നു. ആ വർത്തമാനകാലത്തിൽ നല്ലത് ചെയ്ത് ഭൂതകാലത്തിന്റെ തെറ്റുകൾ തിരുത്താൻ പറ്റും. മോന് ശരിക്കും മനസ്സിലായോ? ആ വർത്തമാനകാലം, അതിൽ നിന്റെ ഭവിഷ്യം സുരക്ഷിതമാണ്. അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മനസ്സിലായി. നമ്മൾ ഭൂതവും ഭവിഷ്യത്തിൽ ശ്രദ്ധ വയ്ക്കാതെ വർത്തമാനകാലത്ത് നല്ലത് ചെയ്ത് ജീവിക്കണം. വളരെ ശരിയാണ് മോനെ.
വളരെ വളരെ നന്ദി അപ്പൂപ്പ. താങ്കൾ എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു. ആ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേര് എന്താണ്? വിശ്വാസിന്റെ ഈ പേച്ച് കേട്ട് ആ വയസ്സായ ആള് ചിരിക്കാൻ തുടങ്ങി. പിന്നെ കൈ പോക്കറ്റിലിട്ട് ആ മാജിക്കൽ വാച്ച് എടുത്ത് കാണിച്ചു. ഇത് കണ്ട് വിശ്വാസം ഇന്നും ആശ്ചര്യമായി. അപ്പോ അയാള് പറഞ്ഞു, ഞാൻ നിന്റെ ഭവിഷ്യമാണ്. പിന്നെ ബട്ടൺ പ്രസ് ചെയ്ത് അവിടുന്ന് കാണാണ്ടായി. ഈ കഥ ചിണ്ടുവിൻ്റെ ആണ്. അമ്മയച്ഛനൊപ്പം സാരംഗ്പൂർ നാട്ടിൽ താമസിക്കായിരുന്നു. ചിണ്ടുവിൻ്റെ അച്ഛൻ വളരെ ഏഴയായിരുന്നു. അവർ ചിണ്ടുവിനെ നല്ല മനുഷ്യനായാൻ പഠിപ്പിച്ചു. ചിണ്ടു വയസ്സിൽ ചെറുതായാലും വളരെ സ്മാർട്ടായിരുന്നു. അച്ഛൻ നമ്മുടെ പരിസ്ഥിതി അവനെ മനസ്സിലാവുകയായിരുന്നു. ഈശ്വര, അങ്ങേക്ക് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. എൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തിയാലും. ചിണ്ടു അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ട് വീട്ടിൽ പോകാൻ ഇറങ്ങി. അപ്പോൾ ചിണ്ടുവിന് പേട്ടു ചെറിയൊരു നായ്ക്കുട്ടിയെ വേദനിക്കുന്നത് കണ്ടു. പേട്ടു, നീ എന്തായി കാണിക്കുന്നത്? കൊണ്ടുകൂടെ, ഞാൻ ഈ പട്ടിക്കുട്ടിയുടെ കൂടെ കളിക്കുക. നീ നിന്റെ പണി നോക്ക്. ഓടിയിടുന്ന്. പേട്ടു നിക്ക്. ആ നായ്ക്കുട്ടിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അതിനെ ഉപദ്രവിക്കല്ലേ. നമ്മുടെ ടീച്ചർ പറഞ്ഞതല്ലേ, മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കരുതെന്ന്. ഓടാ, അധികം വർത്തമാനം പറയാതെ. പേട്ടു, ഇനിയും നീ ഇതിനെ ഉപദ്രവിച്ചാൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും. വിടതിനെ. പേട്ടു ടീച്ചറിനെ പേടിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങി. ചിണ്ടു ആ നായക്കയത്തിൽ ഉള്ള കയറ് അയക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു നിനക്ക് വിശക്കുന്നുണ്ട്. ചിണ്ടു അവന്റെ പ്രസാദം ആ നായ്ക്കുട്ടിനെ തിന്നാൻ കൊടുത്തു. പ്രസാദം കഴിച്ചതും ആ നായ്ക്കുട്ടി ഒരു ജിന്നായി മാറി. ചിണ്ടു ഇത് കണ്ട് പേടിച്ചു പോയി. നീ ആരാ? ഞാനാണ് ജീൻ ജോണി ജനാർദ്ദനൻ. നിന്റെ നല്ല പ്രവൃത്തി കൊണ്ട് എനിക്ക് സന്തോഷമായി. എന്ത്? സത്യമായും നിങ്ങൾ ജിന്നാണോ? അതെ. വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇതാ നോക്കൂ, എൻ്റെ ആധാർ കാർഡ്. ശരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമോ? ആ, പറയൂ, നിനക്ക് എന്താ വേണ്ടത്? ചോക്ലേറ്റിൻ്റെ മരമോ, ഐസ്ക്രീം കുളമോ, അല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ വേണ്ടത്? ഞാൻ ജിൻ തന്നെയാണ്. ഞാൻ നിന്റെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരാം. അതെ, എനിക്ക് ആദ്യം കുറച്ച് നല്ല പുത്തൻ ഉടുപ്പുകൾ വേണം. അവിടുത്തെ ആജ്ഞ പോലെ. അയ്യടാ, ഇത് ശരിക്കും ഇന്ദ്രജാലം തന്നെ. ഇത് ഇന്ദ്രജാലമൊന്നുമല്ല. നിനക്കെന്തെങ്കിലും ഗുണമുണ്ടാകുമ്പോൾ അത് മറ്റൊരാൾക്ക് വിപരീതമായി വരും. എന്നുവെച്ചാൽ നിനക്ക് ഉടുപ്പുകൾ കിട്ടിയില്ലേ ഇപ്പോൾ? അങ്ങോട്ട് നോക്കൂ. ഇപ്പൊ മനസ്സിലായോ? ജീൻ, അവന്റെ ഉടുപ്പുകൾ തിരിച്ചു കൊടുത്തേക്കൂ. ജീൻ, എനിക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് ഒന്നും വേണ്ട. ആരെയും വിഷമിപ്പിക്കാതെ എൻ്റെ മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെ കഴിയാനുള്ള അനുഗ്രഹം തന്നാൽ മതി. ചിണ്ടു, നിന്റെ മാതാപിതാക്കൾ ഇന്നും സന്തോഷവാന്മാരായി കഴിയട്ടെ. നിന്റെ 2ാമത്തെ ആഗ്രഹവും ഞാൻ സാധിച്ചു തന്നു. ഇനി നിനക്ക് എപ്പോഴെങ്കിലും എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഓർത്താൽ മതി. ഞൊടിയിടയിൽ ഞാൻ നിന്റെ മുന്നിലെത്തി നിന്റെ 3ാമത്തെ ആഗ്രഹവും സാധിച്ചു തരും. ഇങ്ങനെ പറഞ്ഞ് ജിന്ന് പിന്നീടും നായ്ക്കുട്ടിയായി മാറിയ പിന്നെ അവിടുന്ന് പോയി. ചിണ്ടു വീട്ടിൽ വന്ന് കാണുമ്പോൾ അവന്റെ വീട് ഒരേ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അമ്മേ, ഇത് എന്തായി കാണുന്നത്? ചിണ്ടുമോനെ, അച്ഛൻ നന്നായിട്ട് ജോലി ചെയ്തത് കണ്ട് നിന്റെ അച്ഛന് മാനേജറിന്റെ ജോലി കിട്ടി. അതെയോ, ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ അച്ഛാ. മോനെ, നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം.
അച്ഛാ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി, ഇതൊക്കെ ജിന്നിന്റെ പണിയാണെന്ന്. ആര്? ചിൻറ്റു അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വരുമ്പോഴുള്ള എല്ലാ കഥകളും അച്ഛനും അമ്മയോടും പറഞ്ഞു. ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ആ ജിന്ന് നന്നായി വരട്ടെ മോനെ. ഓ, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഞാനും ആ ജിന്നിനെ കണ്ടുപിടിക്കാൻ പോവുകയാ. എന്റെ ആശകൾ അയാൾ സാധിപ്പിച്ചു തരുമായിരിക്കും. പേട്ടു രാത്രി ആ നായ്ക്കുട്ടിനെ തേടാൻ പോയി. അവന് ആ നായ്ക്കുട്ടി കിട്ടിയില്ല. കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പേട്ടുവിന് ആ നായ്ക്കുട്ടി അവിടെ കണ്ടു. ആ കുട്ടീനെ കണ്ട് പേട്ടു അവൻ്റെ ടിഫിൻ ആ നായ്ക്കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങി. അത് കഴിച്ച് നായ്ക്കുട്ടി ജിന്നായി മാറി. ഞാനാണ് ജീൻ ജോണി ജനാർദ്ദനൻ. നിന്റെ നല്ല പ്രവർത്തികൾ കണ്ട് സന്തോഷവാനായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ 3 ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. പക്ഷേ നിനക്ക് ഗുണമായി വരുമ്പോൾ അത് മറ്റൊരാൾക്ക് ദോഷമായി വരും. പേട്ടു എന്താ ചോദിക്കണം എന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ സ്കൂളിന്റെ ബെല്ലടിച്ചു. എന്റെ ദൈവമേ, ഇവനെ തേടി തേടി നടന്നപ്പോൾ എന്റെ ഹോംവർക്ക് എല്ലാം ബാക്കിയായി കിടക്കുക. ജീൻ, എന്റെ എല്ലാ ഹോംവർക്കും പൂർത്തിയാക്കി തായോ, ഇല്ലെങ്കിൽ ഇന്ന് അടിയുടെ പൂരമായിരിക്കും എനിക്ക് കിട്ടുന്നത്. ആജ്ഞ പോലെ. ഇതാ നിന്റെ എല്ലാ ഹോംവർക്കും ഞാൻ പൂർത്തിയാക്കി. ജിൻ കൊടുത്ത ഹോംവർക്ക് പേട്ടു ടീച്ചറിന് കാണിച്ചതും ടീച്ചർ പേട്ടുവിനെ അടിക്കാൻ തുടങ്ങി. നാണമില്ലേ നിനക്ക്? ഹോംവർക്ക് ചെയ്യാണ്ട് ചിൻറ്റുവിന്റെ ഹോംവർക്ക് എനിക്ക് കാണിക്കുന്നു. ക്ഷമിക്കണം ടീച്ചർ. സോറി ഇല്ല. നാളെ നിന്റെ പാരൻസ് എന്നെ കാണാൻ വന്നില്ലെങ്കിൽ നിന്നെ ക്ലാസ്സിൽ ചേർത്തില്ല, മനസ്സിലായോ? അച്ഛൻ സ്കൂളിൽ വന്നാൽ കുറെ അടി കൊള്ളേണ്ടി വരും. ജീൻ, നിങ്ങളിത് എന്തായി ചെയ്തത്? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, അപ്പോൾ നീ അത് ശ്രദ്ധിച്ചില്ല. നിനക്ക് ഗുണമായി വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷമായി വരും. ശരി ശരി ടീച്ചർ, ഇനി തൊട്ട് എനിക്ക് പണിഷ്മെന്റ് തരാൻ പാടില്ല. ഇതാ എന്റെ 2ാമത്തെ ആഗ്രഹം. ഓ, അടി കൊള്ളുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഒരു വരം മാത്രം ബാക്കിയുണ്ട്. എന്താ ആവശ്യപ്പെടുക? ചോക്ലേറ്റ്, പിസ്സ, ബർഗർ. ഒരുപാട് പൈസ ആവശ്യപ്പെടാം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തും വാങ്ങാമല്ലോ. ഇതാണ് ശരി. ജീൻ, എന്റെ 3ാമത്തെ ആഗ്രഹം പറയാം. എനിക്ക് ഒരുപാട് പൈസ വേണം. ഞാൻ നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാം. പക്ഷേ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിനക്ക് ഗുണം ചെയ്താൽ അത് മറ്റുള്ളവർക്കാർക്കെങ്കിലും ദോഷം ചെയ്യുമെന്ന്. മറ്റുള്ളവർക്ക് ദോഷം വന്നാൽ എനിക്കെന്താ? താങ്കൾ എന്റെ ആഗ്രഹം പൂർത്തിയാക്കി തന്നാലും. അവിടുത്തെ ആജ്ഞ പോലെ. ഇത്രയും പൈസയോ? ഇതിനെ കൊണ്ട് എന്ത് വേണമെങ്കിലും വാങ്ങാം. മിസ്റ്റർ മൽഹോത്ര, യു ആർ അണ്ടർ അറസ്റ്റ്. അതിന് ഞാൻ എന്ത് കുറ്റാ ചെയ്തത്? ബാങ്ക് ഓഫ് സഹാറൻപൂരിൽ കൊള്ള നടന്നിട്ടുണ്ട്. കൊള്ള മുതൽ എല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരെയാണ് മിസ്റ്റർ മൽഹോത്ര. ദൈവമേ, ഇതൊക്കെ എവിടുന്ന് വന്നതെന്ന് എനിക്ക് അറിയില്ല. എന്റെ അച്ഛനെ രക്ഷിക്കൂ. ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞതല്ലേ, ഞാൻ എന്റെ 3 ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കഴിഞ്ഞു. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീൻ, എനിക്ക് ഒരു വരം കൂടി ചോദിക്കാൻ ബാക്കിയുണ്ടല്ലോ. പേട്ടുവിന്റെ 3ാമത്തെ ആഗ്രഹം നടക്കാതെ പോട്ടെ. ആജ്ഞ പോലെ. ചിൻറ്റു അവൻ്റെ ഒടുവിലത്തെ വിഷ് ഉപയോഗിച്ച് പീട്ടുവിന് ഒരു പാഠം പഠിപ്പിച്ചു. പേട്ടു അവൻ്റെ കുറ്റങ്ങളെ സംബന്ധിച്ച് അവർ ഒരു നല്ല കൂട്ടുകാരലായി. ഈ അവസരം എല്ലാവർക്കും കിട്ടില്ല. അതുകൊണ്ട് ആലോചിച്ച് പരിശ്രമം ചെയ്യാണ്ട് ഒന്നും കിട്ടില്ല. എല്ലാത്തിനും ഒരു വില ഉണ്ടാവണം.